എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കർക്കിടക മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കർക്കിടക മാസം മലയാളികളെ സംബന്ധിച്ചിടത്തോളം രാമായണ മാസമാണ്. ഈ സമയത്ത് ഒരു സാധാരണ മനുഷ്യന് വലിയ മന്ത്രങ്ങളോ പൂജാവിധികളോ ഒന്നും അറിയാത്ത ഒരു സാധാരണക്കാരന് എങ്ങനെ ശ്രീരാമനെ പൂജിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. എല്ലാവർക്കും ഭഗവാൻ ശ്രീരാമനോട് പ്രത്യേകമായിട്ടുള്ളൊരു സ്നേഹം തോന്നുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് എല്ലാവരുടെയും ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും, ഈ സമയത്ത് എങ്ങനെയെങ്കിലും ശ്രീരാമസ്വാമിയെ ഭജിക്കാൻ സാധിച്ചിരുന്നെങ്കിലെന്ന്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പലതരത്തിലുള്ള യാത്രകളൊക്കെ ഈ സമയത്ത് സംഘടിപ്പിക്കുന്നത്, വിശേഷമായിട്ട് നാലമ്പല തീർത്ഥാടനമൊക്കെ. ഇപ്പോൾ തൃപ്രയാർ പോയിട്ട് ശ്രീരാമസ്വാമിയെ കാണാൻ താല്പര്യപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. ഈ സമയത്ത് ഗുരുവായൂർ വന്ന് ഗുരുവായൂരപ്പനെ ശ്രീരാമസ്വാമിയായിട്ട് കാണുന്ന ആളുകളുണ്ട്. പല സമയത്തും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ അലങ്കാരമായിട്ട് ശ്രീരാമസ്വാമിയെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ഈ സമയത്ത് ശ്രീരാമനോട് വളരെയധികം ഒരു സ്നേഹവും ഭഗവാനെ കൂടുതൽ പൂജിക്കണം എന്നൊക്കെ സ്വമേധയാ തോന്നുന്ന ഒരു സമയമാണ്. എന്നാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വേദാഭ്യാസം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ അയാൾക്ക് മന്ത്രങ്ങൾ അറിഞ്ഞോളണമെന്നില്ല, അയാൾക്കൊരു പൂജാവിധി എങ്ങനെയാണ് ശംഖപൂരണം നടത്തുന്നത്, ദേഹശുദ്ധി വരുത്തുന്നതൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഭഗവാനെ പൂജിക്കേണ്ടത്? നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ ഭഗവാനെ പൂജിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ള ഉത്തരം. നമുക്ക് ഭക്തി മാത്രമാണ് കൂടുതലായിട്ട് വേണ്ടത്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ഭഗവാൻ പ്രഭു ശ്രീരാമൻ്റെ ചൈതന്യം നമ്മളിലേക്ക് എത്താൻ ഒരു തടസ്സവും ആർക്കും, അത് പ്രായം കൊണ്ടോ ലിംഗം കൊണ്ടോ ജാതി കൊണ്ടോ കുലം കൊണ്ടോ ഒന്നും ഒരു തടസ്സവും ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും ഭഗവാനെ പൂജിക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് ശബരി മാതാവിൻ്റെ കഥ. ശബരിയുടെ ആശ്രമത്തിൽ ഭഗവാൻ ശ്രീരാമൻ എത്തുന്ന സമയത്ത് എത്രയോ നാളുകളായി ശബരി ഭഗവാനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ദേവി ഭഗവാനെ കാണുന്ന സമയത്ത് ദേവിക്ക് ഉണ്ടാവുന്ന ആനന്ദാശ്രു, ദേവി ഭഗവാനെ സ്വീകരിക്കുന്നു, ഇരുത്തുന്നു, ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ ദീർഘനാളായിട്ട് ശബരി സൂക്ഷിച്ചിരുന്ന പഴങ്ങളാണ് ഭഗവാന് കൊടുക്കാനായിട്ട് ശബരി എടുത്തത്. ആ സമയത്ത് ആ ഭഗവാന്റെ കൈകളിലേക്ക് ഓരോ പഴങ്ങളും കൊടുക്കുന്നതിന് മുമ്പായി ശബരി ചെയ്ത പ്രവൃത്തി വളരെ പ്രസിദ്ധമാണ്. ശബരി ചെയ്തത് ഓരോ പഴങ്ങളും എടുത്ത് സ്വയം കടിച്ചു നോക്കി അതിൽ മധുരമുള്ളത് മാത്രം ഭഗവാന് കൊടുക്കുകയും ബാക്കി ചീത്ത പഴങ്ങളൊക്കെ ശബരി മാറ്റിവെക്കുകയും ചെയ്തു. ഭഗവാനാവട്ടെ ശബരി കടിച്ച പഴങ്ങൾ വളരെയധികം ഭക്തിയോടുകൂടി സ്നേഹത്തോടു കൂടി തൻ്റെ ഭക്തിയോടുള്ള പ്രേമത്തോടു കൂടി ഭഗവാൻ ആസ്വദിച്ച് കഴിക്കുന്നതും രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ സമയത്താണ് ലക്ഷ്മണൻ ഉണ്ടാകുന്ന ഒരു ആശങ്ക, ഇത്തരത്തിലുള്ള ഒരാൾ, പ്രത്യേകിച്ച് വനവാസിയായിട്ടുള്ള ഒരാൾ അതിങ്ങനെ കടിച്ചു തരുന്നൊരു പ്രസാദം ഭഗവാൻ കഴിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത്. ആ സമയത്ത് ഭഗവാൻ കൊടുക്കുന്ന ഉത്തരമാണ്, ശബരിയിലുള്ളതും എൻ്റെ ചൈതന്യം തന്നെയാണ്, ഞാനും ശബരിയും തമ്മിൽ ഭേദഭാവമില്ല എന്ന വലിയ ഉത്തരമാണ് ശബരിയുടെ ആ ലീല കണ്ട് ഭഗവാൻ ലക്ഷ്മണനോട് പറയുന്നത്. അപ്പോൾ കേവലം പൂജ അറിയാത്ത, മന്ത്രങ്ങൾ അറിയാത്ത, പറയുമ്പോൾ ഒരു സാധാരണ വനവാസി വിഭാഗത്തിൽ ജനിച്ച സ്ത്രീയായിട്ടുള്ള ഒരു വനിതയ്ക്ക് അവർക്ക് ഭഗവാന് കടിച്ച പഴം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഭഗവാൻ ശ്രീരാമനെ പൂജിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ആകെ വേണ്ടത് ഭക്തിയാണ്. ബാക്കിയെല്ലാം രണ്ടാമതായിട്ട് മാത്രമേ വേണ്ടുള്ളൂ. ഭക്തിയോടുകൂടി കൊടുക്കുകയാണെങ്കിൽ, പൂജിക്കുകയാണെങ്കിൽ, നമ്മുടെ പൂജ തെറ്റിയാലും മന്ത്രങ്ങൾ തെറ്റിയാലും ഒരു കുഴപ്പമില്ല, ഭഗവാൻ അത് സ്വീകരിക്കും. അപ്പം അതുകൊണ്ട് ഈ രാമായണ മാസക്കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാനെ സാധിക്കുന്ന തരത്തിൽ പൂജിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സാധിക്കുന്നത്ര രാമനാമം ജപിക്കുന്നതാണ് ഇതിലേറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. ഒരു പൂജ അറിയില്ലെങ്കിലും ഒരു തരത്തിലുള്ള ക്രമങ്ങളും അറിയില്ല എന്നുണ്ടെങ്കിലും നമുക്കൊക്കെ ജപിക്കാൻ സാധിക്കുന്ന മന്ത്രമാണ് രാമ എന്നുള്ളത്. അത് ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം നമുക്ക് ജപിക്കാൻ സാധിക്കുമോ അത്രത്തോളം ജപിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ രാമനാമം കമൻറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ എല്ലാവരും ഭഗവാന്റെ രാമനാമത്തിൻ്റെ പ്രശസ്തി, അതിൻ്റെ ചൈതന്യം ഈ ഒരു രാമായണ മാസക്കാലത്ത് വർദ്ധിപ്പിക്കാൻ നമുക്കും കൂടെ ഒരു എളിയ ശ്രമം നടത്താം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.